നമസ്കാരം. ഉല്ലേഖത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. വില്യം ബ്ലേക്കിൻ്റെ വിഖ്യാതമായ മിൽട്ടൺ എന്ന ദീർഘ കവിതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ആ കവിതയെടുത്ത് ബോധപൂർവമായ ഒരു ശ്രമഫലമായിട്ടായിരുന്നില്ല എന്നാണ്. മാത്രമല്ല, പലപ്പോഴും തൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായാണ് കവിത മുന്നോട്ട് പോയത്. തൻ്റെ ഉള്ളിലിരുന്ന് മറ്റാരോ എഴുതുന്നത് പോലെ ആയിരുന്നു ആ കവിതയെടുത്ത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതേ ആശയം വിഖ്യാതനായ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് പറയുന്നുണ്ട്. ഇൻ ഈച്ച് ഓഫ് അസ് ദർ ഈസ് അനദർ ഹൂം വി ഡോണ്ട് നോ എന്ന്. തൻ്റെ ഉള്ളിലിരുന്ന് മറ്റൊരാൾ എഴുതുന്ന കവിതയെപ്പറ്റി മലയാളത്തിൻ്റെ മഹാകവിയായ അക്കിത്തവും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: വെറുതെ നിൽക്കുകയാണ് കല്ലാശാരി. പെട്ടെന്ന് അയാളുടെ കൈപ്പടങ്ങളിൽ 8ഉം 16ഉമുള്ള ഒരു കല്ല് വന്ന് കുത്തിയിരിക്കുന്നു. അത് അയാൾ മണ്ണു തേച്ച് നിലത്തുറപ്പിക്കുന്നു. നിവരാനിടയില്ല. രണ്ടാമത്തെ കല്ലും പറന്നു വന്ന് കൈപ്പടങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. അതും അയാൾ മണ്ണു തേച്ച് നിലത്തു വെച്ചു. ഇങ്ങനെ വീണ്ടും വീണ്ടും വന്ന കല്ലുകളെല്ലാം കൂടി സ്വയം ഒരു വലിയ ഗോപുരം ഉണ്ടായിത്തീരുകയാണ്. അയാൾ ദൂരെ മാറി നിന്ന് ആ ഗോപുരത്തിൻ്റെ ചന്തം കണ്ട് ആഹ്ലാദിക്കുന്നു. 8 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അക്കിത്തത്തിൻ്റെ കാവ്യസപര്യയിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം ചാരിതാർത്ഥ്യം നൽകിയ കവിതകളിലൊന്ന് നിത്യമേഘം എന്ന കവിതയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിത്യമേഘം എന്ന കവിത ഉണ്ടാകാനിടയായ അതിൻ്റെ പിറവിക്ക് പിന്നിലെ കഥയെപ്പറ്റിയും വളരെ രസകരമായി തന്നെ കവി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ആ കഥ കേൾക്കാം. വർഷം 1958. അക്കിത്ത വന്ന് കോഴിക്കോട് ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി ജോലി ചെയ്യുകയാണ്. സുഹൃത്തായ MT വാസുദേവൻ നായർ മാതൃഭൂമിയുടെ സഹപത്രാധിപരും. ഒരു ദിവസം MT അക്കിത്തത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കാളിദാസ ജയന്തി പതിപ്പായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇറക്കുന്നുണ്ട്, അതിലേക്ക് വളരെ പെട്ടെന്ന് ഒരു കവിത നൽകണം. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടൊരു കവിത എങ്ങനെയാണ് എഴുതുക എന്നോർത്ത് അക്കിത്തം ചിരിച്ചുപോയി. പക്ഷേ MTയുടെ നിർബന്ധം ഇങ്ങനെ മുറുകി വന്നപ്പോൾ കവിത എഴുതുകയല്ലാതെ അക്കിത്തത്തിന് വേറെ നിവർത്തിയില്ല. അങ്ങനെ കവിത എഴുതുന്നതിനെ പറ്റി അദ്ദേഹം ആലോചിച്ചു. അന്ന് വൈകിട്ട് കോഴിക്കോട് കോർട്ട് റോഡിലൂടെ നടന്നു വരുമ്പോൾ കവിയുടെ മനസ്സിൽ കവിത എഴുതുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ഇങ്ങനെ ഒന്നൊന്നായി കടന്നു വരികയാണ്. അന്നുവരെ മലയാളത്തിലുണ്ടായ കാളിദാസനെ പറ്റി എഴുതപ്പെട്ട കവിതകളിലൊന്നും കാളിദാസ പ്രതിഭയെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുന്നവയായിട്ട് ഇല്ലായിരുന്നു. എന്നാൽ താനും വളരെ നാളായി ആ കൃതികൾ വായിച്ചിട്ട് എന്തായാലും ഓർമ്മ പുതുക്കാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി വഴിയരികിലെ പുസ്തകശാലയിലേക്ക് അദ്ദേഹം കയറി. അവിടെ വെച്ച് KVM എഴുതിയ കാളിദാസൻ എന്ന കൃതി അദ്ദേഹത്തിന് കിട്ടുകയും ആ രാത്രി അദ്ദേഹം അത് വായിച്ചു തീർക്കുകയും ചെയ്തു. പിറ്റേന്ന് കവിത എഴുതാനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് പണ്ട് കാളിദാസ കവിതകൾ വായിച്ച ആ ദിവസങ്ങളും കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയ കാളിദാസ വ്യാഖ്യാനവുമായിരുന്നു. വളരെ പെട്ടെന്ന് രഘുവംശത്തിലെ ഒരു ശ്ലോകം അക്കിത്തത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അഥവാ കൃതവാഗ്ദ്വാരേ വംശേസ്മിൻ പൂർവ്വ സൂരിഭി വണവു വജ്ര സമുൽക്കീർണേ സൂത്രസ്യേ വാസ്തി മേഘതി. അതായത് തൻ്റെ മുൻഗാമികൾ തെളിച്ച വഴിയിലൂടെ താനും സഞ്ചരിക്കുന്നു, വജ്രം കൊണ്ട് തുളച്ച രത്നങ്ങൾക്കിടയിലൂടെ നൂല് കോർക്കുന്നത് പോലെ. പൂർവികരോടുള്ള മഹത്വവും തൻ്റെ എളിമയും സൂചിപ്പിക്കുന്ന ആ വരികൾ, ആ കഥ അത് തൻ്റേതുകൂടിയാണല്ലോ എന്ന് അക്കിത്തത്തിന് തോന്നുകയാണ്. ഒരുപക്ഷെ കാളിദാസൻ്റെയും കൂടി. ഏതായാലും നാളെ പുലർന്നാൽ കവിത കൊടുക്കണം. ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രക്തസമ്മർദ്ദം പോലെ വന്ന് നിറയുകയാണ്. അതിനെപ്പറ്റി അക്കിത്തം എഴുതുന്നത്: ഇനി മർമ്മം നോക്കി പശുവിനെ തല്ലാൻ നേരമില്ല, കയ്യിൽ കിട്ടിയ വടി കൊണ്ട് തോന്നിയ പാട്ടിലൊരടി. അദ്ദേഹം മേശയ്ക്ക് മുമ്പിലിരുന്നു. വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കിടയിലൂടെ ഞാൻ കടന്നു പോന്നു, ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ. നന്നായിട്ടുണ്ട്, പക്ഷേ ഈ 4 വരികൾ കൊണ്ട് വാസുവിനെ തൃപ്തിപ്പെടുത്താനാകില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തകൾ ഉണർന്നു. മേഘദൂതത്തിലെ മേഘം കാളിദാസ ഭാവനയുടെ രൂപകമായി മനസ്സിലേക്ക് വന്നു നിറഞ്ഞു. അത് കടലാസിലേക്ക് പെയ്തു. അളകാപുരിയിൽ നിന്നും രാമഗിരിയിലേക്ക് നാടുകടത്തപ്പെട്ട യക്ഷൻ വിരഹം താങ്ങാനാകാതെ മേഘത്തെ തൻ്റെ പ്രിയതമയ്ക്കുള്ള സന്ദേശവാഹകനാക്കി മാറ്റുന്ന കഥയാണല്ലോ മേഘദൂതം. രാമഗിരിയിലെ പർവ്വതനിരകൾക്ക് മുകളിൽ നിലാകാശമാകുന്ന കടലിലേക്ക് ചാടാനെന്നവണ്ണം മുഗ്ധനായി നിൽക്കുന്ന യക്ഷൻ. തിണ്ടുകുത്തി കളിക്കുന്ന മഴമേഘങ്ങൾ മാത്രമേ അവന് മുമ്പിലുള്ളൂ. കാളിദാസ പ്രതിഭയാകുന്ന ഉറവറ്റാത്ത നിത്യമേഘത്തിൽ ആര്യാവർത്തം മുഴുവൻ ബിംബിക്കുന്നു. ആ കാർമേഘത്തെ നോക്കി നിൽക്കുന്ന കാലം ഓടക്കുഴലൂതി ലോകം ഭരിച്ച ആ കാർവർണ്ണനെ ഓർക്കുകയാണ്. കൃഷ്ണൻ്റെ ചോരിവായ്ക്കുള്ളിൽ കണ്ട വിശ്വരൂപം പോലെ, അല്ലയോ മേഘമേ, നിന്നിലുള്ള കടൽ സർവം ഭക്ഷകനായ എന്നെപ്പോലും തരിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് കാലം വിസ്മിതനാകുന്നു. നോക്കൂ, എത്ര മനുഷ്യന് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും ഉന്നതമായ ഭാവന, കലാതിവർത്തിയായ രചന. അതിനു മുമ്പിൽ കാലം പോലും നമസ്കരിക്കുന്നു. നിലത്തോളം കുനിപ്പേനൻ ഗർവം തിരുമുമ്പിൽ ഞാൻ എന്ന് അക്കിത്തം.
ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യം എഴുതിയ വരികൾ ഇനി എവിടെ ചേർക്കും എന്നായി സംശയം. അനന്തരം നിത്യസൗഭാഗ്യ പീഠത്തിലിരിക്കുന്ന കാളിദാസൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് നിൽക്കുന്ന ആ കാലത്തെ വലം കൈ കൊണ്ട് തഴുകുന്ന കാളിദാസനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വന്നു. അത് വാക്കുകളിലേക്ക് അതേപടി പകർത്തി. അതോടെ ആദ്യം എഴുതിയ വരികളും ഇണക്കത്തോടെ കവിതയിലേക്ക് വർത്തിക്കുന്നത് അദ്ദേഹം കണ്ടു. സമാധാനമായി കവിത അവസാനിപ്പിച്ചു. വിളക്കണച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങി. നമുക്ക് കേട്ടുവരാം മനോഹരമായ ആ കവിത. പ്രിയാവിരഹ ദുഃഖത്തിനഗ്നിയാൽ ധൂമപാളിയാൽ നിശ്വാസവായുവാൽ അശ്രുബിന്ദുവാൽ കാലപൂരുഷൻ മഴമേഘത്തെ നിർമ്മിച്ചു പറപ്പിക്കുന്നു ലീലയായി ഭാവനാകാശത്തിലൂടെ ശിശു പട്ടത്തെ എന്ന പോൽ സമുന്നത മനുഷ്യാത്മ രാമഗിര്യാശ്രമങ്ങളിൽ ഇടതിങ്ങിയ പച്ചപ്പിൽ കുടകപ്പാല പൂക്കവേ ഒരിളം കുളിർ കാറ്റൂതും ആഷാഢപ്പുലർവേളയിൽ നേർത്തിഴഞ്ഞൊഴുകും കാട്ടുചോല തൻ മൂളൽ കേൾക്കവേ മേവുന്നു മിഴിതോരാതെ ഒരു പൂരുഷ വിഗ്രഹം മാനത്തേക്കുന്തി നിൽക്കുന്ന മുനമ്പിൽ പൂർണ്ണമുഗ്ധനായി നീലാകാശ സമുദ്രത്തിൽ ചാടുവാനെന്ന പോലവേ ചാടുവാൻ വലിയും കാലിൽ ഭൂമി തൂങ്ങിക്കനക്കവേ അവന്റെ കണ്ണിൽ താഴത്തു നിൽപ്പൂ വർഷാഖനാഖനം സാനുവിൽ തിണ്ടുകുത്തുന്ന കൊമ്പനാന കണക്കിനെ അതിൽ തുള്ളിക്കളിക്കുന്നു വെള്ളിൽ കിളികളെന്ന പോൽ അഭൂതപൂർവമാം കാന്തമനോഭാവക്കുരുന്നുകൾ അതിൽ ബിംബിപ്പൂ സന്തുഷ്ടമാര്യാവർത്തം മുഴുക്കനെ നിർജ്ജനം രാമഗിരി തൊട്ട് അളകാപുരിയോളവും അളകാപുരിയിൽ കാൺമിതൊരു നിർമൂകമാം ഗൃഹം മഴവില്ലൊളിതാവുന്ന കമാനത്തിൻ്റെ പിൻവശം മുറ്റത്തു നിൽക്കും മന്ദാരം നിറയെ പൂത്തുവാടവേ ഒറ്റയ്ക്കകത്തിരിക്കുന്നു കേഴും ലോകൈക സുന്ദരി കണ്ണീരിൽ നനയും വീണാതന്ത്രി മീട്ടാൻ ശ്രമിക്കയാൽ താനുണ്ടാക്കിയ പാട്ടമ്പേ മറന്നേ പോയ സുന്ദരി നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ തത്തമ്മേ മണവാളനേ എന്നുമെല്ലെന്നതിൻ തൂവലു തുക്കിയിടുന്ന സുന്ദരി കാലമാ മഴമേഘത്തെ കണ്ടു നിന്നോർത്തു പോകയാം ഓടപ്പുല്ലൂതി ലോകത്തെ ഭരിച്ചോരളിവർണ്ണനേ അവന്റെ വായിൽ കാണായ വിശ്വരൂപം കണക്കിനെ എന്നെ വിസ്മിതനാക്കുന്നു മേഘമേ നിൻ മഹാശയം സർവഭക്ഷകമെന്നാവും തരിപ്പിച്ചു കളഞ്ഞു നീ അതു നിന്നേർക്കു നീളും മുൻപ് ആനന്ദ കണ്ണുനീരിനാൽ ശകുന്തളാവിയോഗത്തിൽ തളരും കാട്ടുമുല്ലയോ തുടിക്കും മാളവികതൻ കാലാൽ പൂക്കുമശോകമോ രഘുവിൻ ദാനവീര്യത്താൽ ഇടറും കൗത്സ്യകണ്ഠമോ ഗൗരിതൻ നീലനീൽക്കണ്ണാൽ പിളരും രുദ്രചിത്തമോ പുരൂരവസ്സിനെ ചുറ്റും അപ്സരസിന്റെ നന്ദിയോ നിന്നുരസിൽ പ്രതിഫലിക്കാതെന്തുള്ളു
മേഘമേ ഖനീഭവിപ്പൊരുദ്വിഗ്നമർത്യ സങ്കൽപ്പരൂപമേ നിലത്തോളം കുനിപ്പേ എൻ ഗർവം നിൻ തിരുമുൻപിൽ ഞാൻ നിലത്തോളം കുനിപ്പേ എൻ ഗർവം നിൻ തിരുമുൻപിൽ ഞാൻ. നിത്യസൗഭാഗ്യപീഠത്തിലിരിക്കും കാലപൂരുഷൻ കുനിഞ്ഞു നിൽക്കും കാലത്തെ കടാക്ഷത്താൽ തലോടവേ അവന്റെ കാൽപൂവു തൊട്ട് കാലം തലയിൽ വയ്ക്കവേ തഴമ്പുറ്റ വലം കയ്യാൽ അവൻ തഴുകി സസ്മിതം. വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ. വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ. എഴുതി പൂർത്തിയാക്കിയ കവിതയിൽ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അക്കിത്തത്തിന് പിന്നെയും സന്ദേഹമായി. കാളിദാസൻ എവിടെ നിൽക്കുന്നു, താൻ എവിടെ നിൽക്കുന്നു? കാളിദാസനെ പറ്റി ഒരു കവിത എഴുതാനുള്ള പ്രതിഭ തനിക്കുണ്ടോ? ഏതായാലും അക്കാലത്ത് അദ്ദേഹത്തിനൊപ്പം താമസിച്ചിരുന്ന മലയാളത്തിലെ മറ്റൊരു വലിയ കവി NN കക്കാടിനെ നിത്യമേഘം കാണിക്കുകയുണ്ടായി. കക്കാട് ആ കവിത വായിച്ച് മനോഹരമാണ് എന്ന് ഉറപ്പു നൽകിയതിന് ശേഷമാണ് അദ്ദേഹം മാതൃഭൂമിയിലേക്ക് പ്രസിദ്ധീകരിക്കാനായി കവിത അയക്കുന്നത്. പിന്നീട് മലയാളക്കര ആ കവിത നെഞ്ചേറ്റിയ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 8 പതിറ്റാണ്ട് നീണ്ടുനിന്ന അക്കിത്തത്തിൻ്റെ കാവ്യജീവിതയെ ഏറ്റവും അർത്ഥവത്തും ധന്യവും ഭാവദീപ്തവുമാക്കിക്കൊണ്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. നിശ്ചയമായും മലയാളത്തിൻ്റെ നിത്യമേഘം തന്നെയാണ് അക്കിത്തവും. പൊതുവെ ഹൈന്ദവ മന്ത്രങ്ങളിലും ചില പ്രാചീന കൃതികളിലും മാത്രം കണ്ടുവരാറുണ്ടായിരുന്ന ഗായത്രി വൃത്തത്തെ ആധുനിക മലയാള കവിതയിലേക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിയാണ്. 3 പാദങ്ങളിലായി 8 അക്ഷരങ്ങൾ വീതം സംവിധാനപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ശില്പഭംഗി ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ നിരവധി കവിതകൾ അദ്ദേഹം എഴുതുകയുണ്ടായി. ഒളപ്പമണ്ണയുടെ ഏറ്റവും ശ്രദ്ധേയമായ നങ്ങേമക്കുട്ടി എന്ന കവിതയും ഗായത്രി വൃത്തത്തിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ ഗായത്രി വൃത്തത്തിൽ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ കവിത വിശ്വരൂപം എന്ന അദ്ദേഹത്തിൻ്റെ കവിതയാണ്. ഈശ്വരാന്വേഷണമാണ് വിശ്വരൂപം എന്ന കവിത. ആഴിപ്പരപ്പിലും നീലാകാശ വിരിപ്പിലും പച്ചപ്പരപ്പുകളിലും കവി ഈശ്വരനെ അന്വേഷിക്കുന്നു. നീലത്തിരകളിലും നക്ഷത്രങ്ങളോടും കവി ഈശ്വരനെ പറ്റി തിരക്കുന്നു. ഒടുവിൽ ഒരു സ്വപ്നമായി ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഗീതോപദേശ സമയത്തും അതിനു മുമ്പ് കുരുസഭയിൽ വെച്ചും ഭഗവാൻ വിശ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മഹാഭാരതം പറയുന്നു. അതിന് സമാനമത്രേ കവിക്ക് കിട്ടിയ സ്വപ്നദർശനവും. സത്യം പോൽ ഉജ്ജ്വലം നിൻ്റെ വിശ്വരൂപം എന്ന് കവി അത് എഴുതുന്നു. പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ എന്നും ഞാനെന്നത് ഈശ്വരൻ്റെ ഒരു വകഭേദം മാത്രമാണ് എന്നുമുള്ള തിരിച്ചറിവിലേക്ക് കവി എത്തിച്ചേരുകയാണ്. ലളിതസുന്ദരമായ ആ കവിത നമുക്ക് ആസ്വദിക്കാം. മുറ്റിത്തഴയ്ക്കുമീയറ്റം കാണാ പച്ച പടർപ്പിലും നീലാകാശവിരിപ്പിലും ആഴിപ്പരപ്പിലും നിന്നെ തേടിനേനയേ തേടിക്കൊണ്ടലയുന്നു ഞാൻ. താരെ നിന്നെ വിടർത്തുന്നതാരേ നിത്യം മനോഹരേ ഒന്നും മിണ്ടീല താരുകൾ. ആരെ തേടി മിഴിക്കുന്നു താരകേ ഉജ്ജ്വലാത്മികേ ഒന്നും മിണ്ടീല താരക. അലമാലകളെ നിങ്ങളാരെ തേടി കുതിക്കയാം മിണ്ടിയില്ലലമാലകൾ. താരിനും താരകയ്ക്കും നീരലയ്ക്കും പിന്നിലിങ്ങനെ നിന്നെ തേടിയലഞ്ഞു ഞാൻ. ഭൂകമ്പത്തിൽ കൊടുങ്കാറ്റിൽ ബടവാഗ്നിയിലും ചിരം നിന്നെ തേടിയലഞ്ഞു ഞാൻ. കണ്ടതില്ലെങ്ങുമേ നിന്നെ കേട്ടീല കേണുകൊണ്ടു ഞാൻ വീണീനിക്കൂരിരുൾക്കകം. കാക്കയും കഴുകും വന്നു കൊത്തുന്നതറിയാത്ത ഞാൻ
സുപ്തിയിൽ താഴ്കയല്ലയോ. സത്യം പോലുജ്വലം നിന്റെ വിശ്വരൂപം മനോഹരം സ്വപ്നത്തിൽ കാണുകയാമോ. സത്യം പോലുജ്വലം നിന്റെ വിശ്വരൂപം മനോഹരം സ്വപ്നത്തിൽ കാണുകയാമോ. ഭാനുമണ്ഡലമല്ലി ഹ ഭാസുരം താവകാനനം മാരിവില്ലുകൾ ചില്ലികൾ ആകാശം കെട്ടഴിഞ്ഞൂർന്ന കുന്തളം മുകിൽ മാലയോ കുഴിയും മുടിനാരുകൾ ചിരിയിൽ ചിരിയിൽ ചിന്നിത്തിളങ്ങും ദന്തപംക്തിയാം പൊന്മണിത്താരകാവലി. ചിരിയിൽ ചിരിയിൽ ചിന്നിത്തിളങ്ങും ദന്തപംക്തിയാം പൊന്മണിത്താരകാവലി. മൂടൽ മഞ്ഞെന്നു തോന്നുന്നു നിൻ വളർത്താടി കാൺകയാൽ മന്ദഹാസം നിലാവൊളി. ഉഗ്രശാസനനാകുമ്പോൾ ചുണ്ടത്താ ഘനഗർജനം കണ്ണിമപ്പതുമിന്നലും. അരിമ്പാറകളാകുന്നു കരിമ്പാറകളൊക്കെയും മലനിൻ മാംസപേശികൾ. വാരിച്ചുറ്റിയുലഞ്ഞുള്ളൊരുടുമുണ്ടിന്റെ കോന്തല വാരിധിത്തിരമാലയും. ഉണ്ടാമുച്ചണ്ടവാദം നീ ദീർഘമായി നിശ്വസിക്കവേ ഭൂകമ്പം കഴൽ വെപ്പിലും. പാഞ്ചഭൗതികമാം നിന്റെ വിശ്വരൂപം സനാതനം കണ്ടേൻ സ്വപ്നത്തിലിങ്ങനെ. അപ്രദൃശ്യൻ മഹാരൂപൻ അപ്രമേയൻ നിരാമയൻ നിത്യൻ സ്നേഹോജ്വലൻ ഭവാൻ. എന്നെ കയ്യിലെടുക്കുമ്പോൾ ഞെട്ടിക്കൊണ്ടുണരുന്ന ഞാൻ കണ്ടതില്ലെന്നെ എങ്ങുമേ. വർണ്ണനാതീതനായി തേജോമയനാം നിന്നെ എന്നിയെ കണ്ടതില്ലെന്നെ ഞാനയേ. വർണ്ണനാതീതനായി തേജോമയനാം നിന്നെ എന്നിയെ കണ്ടതില്ലെന്നെ ഞാനയേ. കണ്ടതില്ലെന്നെ ഞാനയേ. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ.